السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله. ശബ്ദം കേൾക്കുന്നുണ്ട്? ആരെങ്കിലുണ്ടോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. قال صلى الله عليه وسلم أوتيت مفاتيح خزائن الأرض يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. റബീഉൽ അവ്വലിലെ നമ്മുടെ ലൈവ് പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചു നേരം ഹബീബായ റസൂലിൻ്റെ കൂടെ സഞ്ചരിക്കുക, പ്രയാണം നടത്തുക, അല്പം പ്രവാചകൻ്റെ സാമീപ്യം ഉണ്ടാവുക എന്ന നിലക്ക് ഈ റബീഉൽ അവ്വലിൻ്റെ സമയാസമയങ്ങളിലെ അല്പസമയം ഏകദേശം ഒരു 5 മണി മുതൽ കുറഞ്ഞ നേരം റസൂലിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണ്. അതിൽ ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ തന്നെ കാരണം, ഇങ്ങനെ ഒരു ലോകത്ത് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാൻ തന്നെ കാരണം സത്യത്തിൽ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കൾ, മുർസലുകൾ എന്നൊക്കെ പറയുന്നവർ അള്ളാഹു തിരഞ്ഞെടുത്ത് അയച്ച ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. അവർ മനുഷ്യ പ്രകൃതിയിലുള്ളവർ തന്നെയാണെങ്കിലും മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അയച്ച ഒരു വിഭാഗം ആളുകളാണ്. മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുത്ത് അയച്ചു എന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ടാകും തീർച്ചയാണ്. സാധാരണ മനുഷ്യരിൽ നിന്ന്, ലോക്കൽ മനുഷ്യന്മാരിൽ നിന്ന് ഒട്ടനവധി സവിശേഷതകളും സ്വഭാവ ഗുണങ്ങളും വ്യക്തിപ്രഭാവവും അമാനുഷിക കഴിവുകളും സിദ്ധികളും ഒക്കെയും അവരിൽ ഉണ്ടാവണം എന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണല്ലോ. മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ ഉണ്ടായി എന്നതുള്ളത്, നിയോഗിച്ചു എന്നുള്ളത് തന്നെ ചിന്തോദ്ദീപകമാണ്. അംബിയ മുർസലുകളൊക്കെയും അംബിയാ സാദത്തുൽ ബഷർ എന്ന അമ്പിയാക്കൾ മനുഷ്യരുടെ നേതാക്കളാണ്, മനുഷ്യകുലത്തിൻ്റെ മൊത്തം നേതാക്കളാണ്. അപ്പോൾ മനുഷ്യരുടെ നേതാക്കളായി നിൽക്കാൻ വിധിക്കപ്പെട്ടവർ അണികളേക്കാൾ പല നിലക്കും പല നിലയിലും പല ഘടകങ്ങളിലും അവർക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കണം.
വ്യത്യസ്തത പുലർത്തിയിരിക്കണം. ഒരുപാട് ഘടകങ്ങളിൽ അവരിൽ അന്തർലീനമായിരിക്കണം. അവർ ഉത്കൃഷ്ടരായിരിക്കണം. ഒരുപാട് സവിശേഷതകൾക്ക് ഭാഗ്യം സിദ്ധിച്ചവരായിരിക്കണം ആ പ്രവാചകന്മാർ. അവർക്ക് നുബുവത്ത് കൊടുത്ത് അള്ളാഹു അവരെ തിരഞ്ഞെടുത്തു. മാത്രമല്ല ബുദ്ധിയും വിവേകവും ഹിക്മത്തും നൽകി അവരെ അള്ളാഹു ആദരിച്ചു. അതുമാത്രമല്ല ചിന്താശേഷിയും ആലോചിക്കാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും അതിനുള്ള തത്വാധിഷ്ഠിതമായ കഴിവുകളൊക്കെയും അവരിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആ തിരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അവർക്കൊരുപാട് സവിശേഷത ഉണ്ടാവുന്നു എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മാത്രമല്ല അടിമയുടെയും ഉടമയുടെയും ഇടയിൽ, അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിൽ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി, ഒരു കഴിവ്, ഒരു പ്രാപ്തി, അത്തരത്തിലുള്ള ഒരു പരുവത്തിലേക്ക് അവരെ അള്ളാഹു ഉയർത്തി. അവർ മനുഷ്യർ തന്നെയാണ്. അമ്പിയാ മുർസലുകൾ മനുഷ്യർ തന്നെയാണ്, തീർച്ചയാണ്. മനുഷ്യരിൽ തന്നെ അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് അവരുടെ മുഅ്ജിസത്ത്. അതൊരു ഇജാസാണ്. അതിലൊരു അമാനുഷികതയുണ്ട്. മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്കൊരുപാട് ഉത്കൃഷ്ടതകളും സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും ഗുണമേന്മകളുമൊക്കെ നൽകി ആദരിക്കുക എന്നത് തന്നെയാണ് അവർക്കുള്ള പ്രത്യേകത. സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച അമ്പിയാക്കളും സാധാ മനുഷ്യന്മാരുമൊക്കെ എല്ലാ കാര്യത്തിലും എല്ലാ അവസ്ഥകളിലും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ മൗഢ്യമാണ്, അത് വിഡ്ഢിത്തമാണ്, അതൊരു നിന്ദ്യമായ ആശയമാണ്. മാത്രമല്ല അത് ജാഹിലിയത്തിൻ്റെ ഒരു ചിന്താഗതിയാണ്. മാത്രമല്ല പരമ്പരാഗതമായി സർവ്വ അമ്പിയാ മുർസലുകളും ഇവിടെ വന്നപ്പോഴുണ്ടായ തൻ്റെ സമുദായം അവരവരെ പ്രവാചകന്മാരോടൊക്കെയും സമീപിച്ച സമീപന രീതി, നിങ്ങളൊക്കെ സാധാരണ മനുഷ്യർ എന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ അത് മുശിരിക്കിൻ്റെ വാദവും കൂടിയാണ്, മുശിരിക്കുകളുടെ വാദവും കൂടിയാണ്. ഷിർക്കിൻ്റെ അഹ്ലുകാർ വെച്ച് പുലർത്തുന്ന അബദ്ധജടിലമായ, ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വികലമായ ആശയമാണ് അമ്പിയാക്കൾ മുർസലുകൾ ഒക്കെ സാധാരണ ലോക്കൽ മനുഷ്യന്മാർ ആണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്താപരമായി ഒരു ഗവേഷണാത്മകമായി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കഴിഞ്ഞ കാല അമ്പിയാക്കളോടൊക്കെയും അവരുടെ പ്രവാചകന്മാരോടൊക്കെയും തൻ്റെ അനുയായികൾ മുന്നോട്ട് വെച്ച വാദഗതികളുണ്ട്. ആ വാദഗതികളൊക്കെയും ഇന്ന് ഈ കേൾക്കുന്നതിന് തുല്യം തന്നെയായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ സമുദായം പറഞ്ഞു, ഫഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി മാ നറാക ഇല്ലാ ബശറൻ മിഥ്ലനാ. തൻ്റെ സമുദായത്തിൽപ്പെട്ട അവിശ്വസികളായ ആളുകൾ പറഞ്ഞു, നൂഹ് നബിയുടെ അനുയായികളിൽ നിന്നുള്ള സത്യനിഷേധികളായ ആളുകൾ മുന്നോട്ട് വെച്ച ആശയം എന്താണ്? അവർ പറഞ്ഞു, മാ നറാക ഇല്ലാ ബശറൻ മിഥ്ലനാ, നിന്നെ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമായിട്ടേ കാണുന്നുള്ളൂ, ഞങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ് നീ എന്ന് പറയുന്ന ഒരു അവസ്ഥ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികൾക്ക് ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബിയോട് അവർ അങ്ങനെ വാദിച്ചിട്ടുണ്ട്. മാത്രമല്ല മൂസാ നബി അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈസാ നബിയുടെയും മൂസ നബിയുടെയും അനുയായികൾ, അവിശ്വസികളായ ആളുകൾ, തൻ്റെ നേതാവ് തൻ്റെ മുമ്പിൽ വന്ന് അവതരിച്ച പ്രവാചകന്മാരോട് മൂസാ നബിയോട് ഈസാ നബിയോട് തൻ്റെ അനുയായികൾ പറഞ്ഞതും എന്താണ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ 47-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫഖാലു അനുഅ്മിനു ലിബശറൈനി മിഥ്ലനാ, ഫഖാലു അനുഅ്മിനു ലിബശറൈനി മിഥ്ലനാ. അവർ പറഞ്ഞു, അനുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുകയോ, ലിബശറൈനി മിഥ്ലന ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനോട് ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അനുയായികൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖൗമുഹുമാ ലനാ ആബിദൂൻ, അവർ ഞങ്ങളോട് വഴിപ്പെടുന്നവരാണ് എന്ന ആയത്തിൻ്റെ ബാക്കിയുണ്ട്. ഏതായാലും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായവും
ഈസാ മൂസ അലൈഹിമസ്സലാത്തു വസ്സലാം അവരുടെയൊക്കെയും അനുയായികൾ അവരോട് വാദിച്ചതും ഇങ്ങനെ തന്നെ, നീ സാധാരണ മനുഷ്യനാണ്, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് നീ എന്ന വാദഗതി അന്നും അവർ വെച്ച് പുലർത്തിയിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് സമൂഹ ഗോത്രക്കാർ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ എന്താ, മാ അൻത ഇല്ലാ ബശറും മിസ്ലനാ ഫഅതി ബിആയത്തിൻ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. സൂറത്ത് ഷൂറയിലെ 154-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, മാ അൻത ഇല്ലാ ബശറും മിസ്ലനാ, നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനല്ലാതെ അല്ല, മനുഷ്യൻ മാത്രമാണ്, നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. ഫഅതി ബിആയത്തിൻ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ, നീ സത്യവാന്മാരിൽപ്പെട്ടവരാണെങ്കിൽ നീ ദൃഷ്ടാന്തത്തെ കൊണ്ടുവാ എന്ന് പറഞ്ഞ കഥ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ ചരിത്രങ്ങൾ വിശദമാണ്. ഈ ഓരോ ആയത്തും വിശദമായി വിശകലനം ചെയ്ത് പഠിക്കുകയും നമ്മൾ ആശയവിനിമയം നടത്തേണ്ടതുമാണ്. അത് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേതായാലും ഈസാ മൂസ നബി അലൈഹി വസ്സലാത്തു വസ്സലാമിൻ്റേതായാലും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേതായാലും ഒക്കെ തന്നെ ഇതൊക്കെയും നമ്മൾ വിശകലനമായി പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക. അവരുടെയൊക്കെയും വാദം ഇങ്ങനെയായിരുന്നു. ഇനി ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ അനുയായികൾ പറഞ്ഞ എന്താ, അവരും പറഞ്ഞു, ഖാലൂ ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ വമാ അൻത ഇല്ലാ ബശറും മിസ്ലനാ വഇന്ന ദുന്നുക ലമിനൽ കാദിബീൻ. ഖാലൂ അവർ പറഞ്ഞു, ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ, നീ ആപചാര വൃത്തത്തിന് അഥവാ സിഹിറിന് വിധേയമായവനാണ്. വമാ അൻത ഇല്ലാ ബശറും മിസ്ലനാ, നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, നീ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനല്ലാതെയല്ല. വഇന്ന ദുന്നുക ലമിനൽ കാദിബീൻ, നീ കളവ് പറയുന്നവരിൽ പെട്ടവൻ തന്നെയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, നീ കളവ് തന്നെയാണ് പറയുന്നത്. ഈ വാദഗതി കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെയൊക്കെയും അനുയായികൾ അവരുടെ പ്രവാചകന്മാരോട് വെച്ച് പുലർത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം കടന്നു പോകുമ്പോൾ അപ്പോഴാണ് പ്രവാചകനെക്കുറിച്ചുള്ള ഇത്തരം വാദഗതികളും ചർച്ചകളും ഉപചർച്ചകളും ഖണ്ഡനമണ്ഡനങ്ങളും വാദഗതികളുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയൊക്കെയാണോ ചെറുതാക്കാൻ പറ്റുക എന്ന് കിണഞ്ഞ് ശ്രമിക്കുന്ന, വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ട് കിണഞ്ഞ് ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്ക് എക്കാലത്തും കാണാം. അപ്പോൾ ഇത് ആദ്യകാലം മുതലേ ഉണ്ട്. അവരുടെയൊക്കെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് ശിർക്കിൻ്റെ വാദമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ മക്കാ മുശ്രിക്കുകൾ നബിയെക്കുറിച്ച് അപരാധം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലെ 7-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു. വഖാലൂ മാ ലിഹാദർ റസൂലി യഅകുലു അത്അമ വയംശി ഫിൽ അസ്വാഖ്. വഖാലൂ, അവർ പറഞ്ഞു, ബഹുദൈവാരാധകർ പറഞ്ഞു, സത്യനിഷേധികൾ പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു, വാദഗതി ഉന്നയിച്ചു. മാ ലിഹാദർ റസൂലി, പ്രവാചകൻ എന്തു പറ്റി മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം? യഅകുലു അത്അമ, ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖി, അങ്ങാടികളിൽ ഇങ്ങനെ ഉലാത്തുന്നു, നടക്കുന്നു. ഈ പ്രവാചകൻ എന്തു പറ്റി? ഇത് പ്രവാചകനാണോ എന്നൊക്കെ പ്രവാചകൻ്റെ പ്രവാചകത്വത്തെ ഇടിച്ചു താഴ്ത്താനും നുബുവത്തിനെ വില കുറച്ച് കാണിക്കാനും അവിടുത്തെ അസാധാരണത്വത്തെ കൊച്ചാക്കി കാണിക്കുവാനും അവിടുന്ന് അള്ളാഹു നൽകിയ അമാനുഷികതയെ ചെറുതാക്കി കാണിക്കാനും മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാക്കാനുള്ള കിണഞ്ഞ ശ്രമം മക്കാ മുശ്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ വാദഗതി ഭക്ഷണം കഴിക്കണമെന്നാ, അങ്ങാടി പോകുന്നുവെന്നാ. പ്രവാചകന്മാർ മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കുന്നവരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അവരിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് ബഹുമാന്യരായ പ്രവാചകന്മാർ.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ മുശ്രിക്കുകളുടെ വാദം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിംകളിൽ തന്നെ പെട്ട ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു വസ്തുത. അവരെക്കുറിച്ച് നമ്മൾ സഹതപിക്കാനേ സാധിക്കൂ. പാവങ്ങളാണവർ, ചിന്തിക്കാത്തവരാണവർ, ചിന്താശേഷി നഷ്ടപ്പെട്ടവരാണവർ. അവർക്ക് പറ്റിയത് സത്യത്തിൽ ഹല്ലില്ലായ്മ, നസീബ് ഇല്ലായ്മ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാനുള്ള സൗഭാഗ്യമില്ലാതെ പോയി എന്നുള്ളതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അള്ളാഹു അവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ആരാണ് ഹബീബായ റസൂലുള്ളാഹി? എങ്ങനെ അവിടത്തെക്കുറിച്ച് ഒരു സാധാരണ ലോക്കൽ മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റും? എങ്ങനെ നമുക്കങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് അങ്ങനെ പ്രവാചകനെ പരിചയപ്പെടുത്താൻ സാധിക്കും? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റു പ്രവാചകന്മാർക്കൊക്കെ തന്നെ ഉള്ള, മറ്റു പ്രവാചകന്മാരിൽ നിന്നെല്ലാം ഉത്കൃഷ്ടരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അംബിയാ മുർസലുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച കുറേ സംഗതികളുണ്ട്. അവർക്ക് അനുവദനീയമായ ചില കാര്യങ്ങൾ, അതൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു പോകും. മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കും, അവർ വിസർജിക്കും, അവർ നടക്കും, ഇരിക്കും, അവർ വാഹനത്തിൽ കയറും, അവർക്ക് വിവാഹം കഴിക്കും, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും, അവർക്ക് രോഗാവസ്ഥകൾ, നിന്യമാവാത്ത രോഗാവസ്ഥകളുണ്ടാവും, ആരോഗ്യമുള്ള അവസ്ഥയുണ്ടാകും. അതുപോലെ ശൈശവം, ബാല്യം, യൗവനം, മധ്യവയസ്കത, വാർദ്ധക്യം, അങ്ങനെ രോഗം, മരണം, ഇതൊക്കെയും അവർക്കും ഉണ്ടാകും. ഇതെല്ലാം അവരിലും ഉള്ളതാണ്. അതുപോലെ വളരെ മോശമാവാത്ത തരത്തിലുള്ള കൊച്ചു കൊച്ചു രോഗങ്ങൾ അവർക്കുണ്ടാവാം. ക്ഷീണം അവർക്കുണ്ടാവാം, വിഷമം അവർക്കുണ്ടാവാം, വിശപ്പ് അവർക്കുണ്ടാവാം, ദാഹം അവർക്കുണ്ടാവാം. അങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യ പ്രകൃതിയിലുള്ള സർവ്വതും അവർക്കുണ്ടാവാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും എത്രയോ ഔന്നിത്യമുള്ളവരാണവർ, എത്രയോ മഹോന്നതന്മാരാണവർ. പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൊച്ചു മദ്രസ ബാലപാഠത്തിൽ നമ്മൾ പഠിച്ചത് തന്നെ നമുക്കറിയാം. വജായിസുൻ ഫീ ഹഖ്ഹിം മിൻ അറളിൻ ബിഗൈരി നഖ്സിൻ കഖഫീഫിൽ മറളി. കൊച്ചു കൊച്ചു രോഗങ്ങളെ പോലെയുള്ള ന്യൂനതയില്ലാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുവദനീയമാണെന്ന്, അതൊക്കെ അവർക്കുണ്ടാവാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രകൃതമുള്ളവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ. പക്ഷേ അവർക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് പവിത്രതകൾ അവർക്കുണ്ട്. അതിൽ ഒന്നാമത്തേത്, അവർക്ക് അവരുടെ സിഫത്തുകൾ തന്നെ പഠിച്ചാൽ സിദ്ഖ്, തബ്ലീഗ്, അമാനത്ത്, ഫഥാനത്ത്, അസ്സലാമത്തു മിനൽ ഉയൂബ്, അൽ മുനഫറ, അതുപോലെ അൽ ഇസ്മ, ഇത്തരം സിഫത്തുകൾ അംബിയാ മുർസലുകൾക്കുള്ളതാണ്. സത്യം പറയുന്നവരായിരിക്കും, തബ്ലീഗിന് ഏൽപ്പിക്കപ്പെട്ടവരാണവർ, അതുപോലെ വിശ്വസ്തരാണവർ, അതുപോലെ ഫഥാനത്ത്, ബുദ്ധികൂർമ്മതയുള്ളവരാണവർ. അസ്സലാമത്തു മിനൽ ഉയൂബിൽ മുനഫറ, മോശമല്ലാത്ത തരത്തിലുള്ള, വളരെ മോശമായ തരത്തിലുള്ള അയവുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവരായിരിക്കും അവർ. അതുപോലെ അൽ ഇസ്മത്തു, ഇസ്മത്ത് അവർക്കുണ്ട്, കാവലുണ്ട്, പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ളൊരു സുരക്ഷിതത്വം അവർക്കുണ്ട്. അള്ളാഹു അവർക്ക് സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയും അള്ളാഹു അവരെ ആദരിച്ചിട്ടുണ്ട്. മാത്രമല്ല നൂഹ് നബിയുടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഒക്കെ, അങ്ങനെ ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, സ്വാലിഹ്, ഇബ്രാഹിം എന്ന് തുടങ്ങി സർവ്വ അമ്പിയാക്കളുടെയും 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. 25ഓളം ആളുകളുടെ പേര് ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെ ചരിത്രം ഖുർആനിൽ വ്യത്യസ്ത രീതിയിൽ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒട്ടനവധി മുഅ്ജിസത്തുകൾ, ഒട്ടനവധി അത്ഭുത സിദ്ധികൾ, ഒട്ടനവധി അമാനുഷികതയുടെ നിറഞ്ഞു നിൽക്കുന്ന രംഗങ്ങൾ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ നമ്മൾ വായിച്ചതാണ്, പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്കൊക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ വിശദീകരിക്കുകയല്ല ഇവിടെ. അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയാലും അവർ ഒരുപാട് അസാധാരണത്വമുള്ളവരാണ്. അത് വ്യക്തിപ്രഭാവത്തിലാവട്ടെ, സ്വഭാവ ഗുണങ്ങളിലാവട്ടെ, ജീവിത ഇടപെടലുകളിലാവട്ടെ, ഏതേത് മേഖലകളിലും അവർ സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് ഒട്ടനവധി വ്യത്യസ്തത പുലർത്തി ജീവിക്കുന്നു. അത് കഴിഞ്ഞ കാല അമ്പിയാക്കളെ ഓരോന്നിനെയും എണ്ണി പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള ചർച്ച
നമ്മുടെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ കൊണ്ടു നടക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മഅ്ശൂഖായ മഹബൂബായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് റബീഉൽ അവ്വൽ കടന്നു പോകുമ്പോൾ അവിടുത്തോടുള്ള വിശ്വാസത്തിൽ, അവിടുത്തോടുള്ള സ്നേഹത്തിൽ, അവിടുത്തോടുള്ള ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനാണ് ഇത്തരം ചർച്ചകൾ. പറയുന്ന എനിക്കെങ്കിലും എൻ്റെ കൽബിലേക്ക് പ്രവാചകനെക്കുറിച്ചൊന്ന് ഇറങ്ങിച്ചെന്നെങ്കിലോ, ഈ എളിയ തപ്പിത്തടഞ്ഞുള്ള വായനകളിൽ, ഈ എളിയ ആലോചനകളിൽ, ഈ ചർച്ചയിൽ, ഈ സംസാരത്തിൽ എൻ്റെ കൽബിലേക്കെങ്കിലും അല്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടിയിരുത്താൻ കഴിഞ്ഞെങ്കിലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംസാരം. റബീഉൽ അവ്വൽ കടന്നു പോകുമ്പോൾ നമുക്കതൊരു ആദരവാണ്, അതൊരു സുഗന്ധമാണ്, അതൊരു സൗന്ദര്യമാണ്, അതൊരു രസകരമായ സംഗതി. എത്ര പറഞ്ഞാലും തീരാത്ത, മതിവരാത്ത ഒരു മാസ്മരികതയുള്ള വിഷയമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ആ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യൻ ആണോ അല്ലേ? അങ്ങനെ ഉണ്ടാകുമോ? ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം മുഹമ്മദുൻ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നതായിരുന്നു. മുഹമ്മദ് നബിയുടെ പ്രകാശം എന്നതായിരുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെയൊക്കെ മുമ്പ് പടച്ചു എന്നത് ആ പ്രവാചകനിൻ്റെ ഒരു അമാനുഷികതയല്ലേ? ഒരു സാധാരണ മനുഷ്യനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ തിരഞ്ഞെടുത്ത് ആദരിച്ച് ക്രമാനുക്രമം നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് കൊണ്ടുവന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ പ്രഭ, അതുമാത്രം പോരെ അവിടുത്തെ മാനുഷികതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ? ഇനിയും നമുക്കങ്ങോട്ട് ആലോചിച്ചാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷരി, യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി. മുഹമ്മദ് നബി മനുഷ്യനാണ്, പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല. യാഖൂത്തുൻ ഹജറുൻ മാണിക്യക്കല്ല് കല്ലാണ്, പക്ഷേ ലാക്കൽ ഹജരി സാധാരണ കല്ല് പോലെയല്ല. മുഹമ്മദ് നബി ഒരു ബഷറാണ്, ബഷരീയത്തിൽ മുഹമ്മദ് നബി ബഷറാണ്, പക്ഷേ അഫ്ളലുൽ ബഷറാണ്, അഫ്ളലുൽ ഖൽഖാണ്. ബഷർ തന്നെ, പക്ഷേ ഒട്ടനവധി അത്ഭുത സിദ്ധികളുള്ള ബഷറാണ്, നിഴലില്ലാത്ത ബഷറാണ്. അവിടുത്തെ രക്തം പവിത്രമാണ്, അവിടുത്തെ വിയർപ്പ് സുഗന്ധമാണ്, അവിടുന്ന് ശരീരത്തിൽ സ്പർശിച്ച വെള്ളം, ഉളുവെടുത്ത വെള്ളം ഔഷധമാണ്. അവിടുത്തെ ആസാറുകൾ, അവിടെ നിന്ന് ഒഴിവാക്കുന്ന ആസാറുകൾ, തൻ്റെ മുടി നഖം പോലെയുള്ളത് ആദരിക്കപ്പെട്ടതാണ്, ബർക്കത്തുള്ളതാണ്. ഒട്ടനവധി അത്ഭുതങ്ങൾ കാണിച്ചതാണ്. അവിടുന്ന് ഉപയോഗിച്ച ഡ്രസ്സ് വരെ, അവിടുന്ന് സ്പർശിച്ച സ്ഥലം വരെ, അവിടുത്തെ രക്തം വരെ, അങ്ങനെ തുടങ്ങി ഹദീസിലൂടെ ഇങ്ങനെ പ്രയാണം നടത്തിയാൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര പറഞ്ഞാലാണ് നമുക്ക് മതി വരിക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യൻ തന്നെ, അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ. അത് വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തിൽ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച ആയത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്. അവിടെ വെച്ച് നിർത്തിയാൽ നമുക്ക് പലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കൊന്ന് ഓതി നോക്കൂ. ഖുൽ, നബിയെ തങ്ങൾ പറയുക. ഇവിടെ അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകനെ പരിഹസിച്ചപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനെ, വസ്ത്രമുടുക്കുന്ന പ്രവാചകനെ, വാഹനം കയറുന്ന പ്രവാചകനെ, വിവാഹം കഴിക്കുന്ന പ്രവാചകനെ, സന്താനങ്ങൾ ഉണ്ടാകുന്ന പ്രവാചകനെ, അങ്ങനെ ജനിക്കുകയും മരിക്കുകയും രോഗിയാവുകയും ആരോഗ്യവാനാവുകയും ഇങ്ങനെ തുടങ്ങി മനുഷ്യജീവിതത്തിൽ സകലതും നേരിടുന്ന പ്രവാചകനെ, അവിടുത്തെ വ്യക്തിപ്രഭാവത്തെ ഇടിച്ചു താഴ്ത്താൻ, അവിടുത്തെ നുബുവത്തിൻ്റെ വില കുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ്.
യൂഹാ ഇലയ്യ, എന്നെക്കൊള്ളെ വഹി അറിയിക്കപ്പെട്ടിരിക്കുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണ് എന്ന് വഹി അറിയിക്കാൻ വേണ്ടി എന്നോട് ഏൽപ്പിച്ചു, എനിക്ക് വഹി അറിയിച്ചു. ഇവിടെ യൂഹാ ഇലയ്യ എന്ന് പറയുന്നതോടുകൂടി തന്നെ ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ആ ഒരു അധ്യായം അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ മുഴുവനും തകിടം മറിയുകയാണ്. യൂഹാ ഇലയ്യ, എന്നെക്കൊള്ള വഹി അറിയിക്കപ്പെട്ടിരിക്കുന്നു. വഹി എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്ന ജോലിയാണല്ലോ വഹി. അള്ളാഹു ദിവ്യ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പ്രവാചകരിലേക്ക് എത്തിക്കുന്നു. ജിബ്രീലിനെ കാണണം, ജിബ്രീലിനെ കേൾക്കണം, ജിബ്രീലിൻ്റെ ഭാഷ അറിയണം, ജിബ്രീലിൻ്റെ സംസാരം അറിയണം, ജിബ്രീലിനെ ഉൾക്കൊള്ളാൻ കഴിയണം. മാലാഖമാരുടെ മാലാഖ ലോകത്തുള്ള മലായിക്കത്തുകളുടെ റഈസായ, ലീഡറായ, ബഹുമാന്യനായ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മലക്കിനെ അറിയാൻ കഴിയണം, ആ മലക്കിനെ സ്പർശിക്കാൻ, ആ മലക്കിനെ അടുത്തറിയാൻ, മലക്കിനോട് സംവദിക്കാൻ, ആ മലക്കിനെ കേൾക്കാൻ, ആ മലക്കിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അത് കിട്ടുന്നതോടുകൂടി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നിന്ന് എങ്ങോട്ടോ പോയല്ലോ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ എന്ന ആ ഒരു ചിന്ത ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്കൃഷ്ടനായ, ഒട്ടനവധി അസാധാരണത്വമുള്ള, ഒരുപാട് മുഅ്ജിസത്തുകളുള്ള ഒരു മനുഷ്യപുത്രനാണ്, സാധാരണ ഒരു മനുഷ്യൻ അല്ല. ഇനി പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ഓരോന്നോരോന്നായി നമ്മൾ ചെറിയ തോതിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ, ഇവിടെ ഓറിയൻ്റലിസ്റ്റുകാരാണ് സത്യത്തിൽ ഇത്തരം ഒരു വാദഗതി ആദ്യമായിട്ട് തന്നെ കൊണ്ടുവരേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് അവിടെ പലതും പറഞ്ഞ് ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അറബി പഠിച്ചവർ, ഇവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ചവർ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഹദീസ് പഠിച്ചവർ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയവർ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ അകത്തേക്ക് കയറി വന്ന് ഇസ്ലാമിനെ പഠിച്ചവർ, എന്നിട്ടവർ എത്തിപ്പെട്ടതെന്താ? അവർ എത്തിപ്പെട്ടത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരിങ്ങനെ ഗവേഷണം ചെയ്യും. ഒരിക്കലൊന്ന് പറയും, മറ്റൊന്ന് പറയും. മുഹമ്മദ് നബി പിന്നെ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ളവനാണ്. അങ്ങനെ ഓരോന്ന് പറയും. എന്നിട്ട് പറഞ്ഞ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് അൽ അമീൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസ്തൻ ആയതുകൊണ്ടൊന്നുമല്ല, അത് ഉമ്മ ആമിനയായതുകൊണ്ട് ആമിനയുടെ പേരിനെ ലോപിച്ച് അൽ അമീൻ എന്നായതാണ് എന്നൊക്കെയുള്ള വാദഗതികളുമായിട്ട് കടന്നു വന്നു. അങ്ങനെ പ്രവാചകൻ്റെ വില കുറയ്ക്കാനുള്ള ശ്രമം ഓറിയൻ്റലിസ്റ്റുകാരുടെ ജോലിയാണ്. ഓറിയൻ്റലിസ്റ്റുകാരിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് സത്യത്തിൽ ഇസ്ലാമിനെ, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വില കുറച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? റസൂൽ ഒരു വേളയിൽ പറയുന്നുണ്ട്, ഊതീതു മഫാത്തിയ ഖസായിനൽ അർളി, ഭൂമിയുടെ ഖജനാവുകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഈ മഫാത്തിയ ഖസായിനുൽ അർളി എന്ന് പറയുന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അത് കിസ്റ കൈസറൊക്കെ തൻ്റെ അധീനതയിൽ വന്നതാണെന്നും ഭൂമിയിലെ വിഭവങ്ങളൊക്കെ തനിക്ക് അധീനപ്പെട്ടു വന്നു എന്നുമൊക്കെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, അതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഓരോന്നും വിശദമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. പക്ഷേ
ചില അത്ഭുതങ്ങൾ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത്തരം ഹദീസുകൾ എങ്ങനെ നമുക്ക് തള്ളാൻ കഴിയും? ഖുർആൻ കഴിഞ്ഞാൽ പ്രബലമായി നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഇത്തരം ആശയങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും? ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയിൽ നിന്നും ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഹൽ തറൗന ഖിബ്ലതി ഹാഹുന. തൻ്റെ അനുയായികളോട് പറയാണ്, എൻ്റെ ഖിബ്ല ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ, നിങ്ങൾ മനസ്സിലാക്കുന്നോ? ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉകും വലാ സുജൂദുകും ഇന്നി ലഅറാകും മിൻ വറാഇ ളഹരി. എൻ്റെ മേൽ നിങ്ങളുടെ റുകൂഉം സുജൂദുമൊന്നും മറയപ്പെടുകയില്ല, മറയുന്നില്ല. നിങ്ങളുടെ സുജൂദും റുക്കുവും ഒക്കെ ഒന്നും എനിക്ക് കാണാതിരിക്കില്ല, എനിക്ക് മറയില്ല. ഇന്നി ലഅറാകും മിൻ വറാഇ ളഹരി. എൻ്റെ പിന്നിലേക്ക് നിങ്ങളെ ഞാൻ കാണുന്നു. മുന്നിലേക്ക് കാണുന്നത് പോലെ പ്രവാചകന് പിന്നിലേക്ക് കാണാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് ഹദീസ് നസ്സ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നിഷേധിക്കാൻ എങ്ങനെ കഴിയും? മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു നിന്നും റിപ്പോർട്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദ് ഫഇന്നി അറാകും മിൻ അമാമി വമിൻ ഖൽഫി. ഞാൻ നിങ്ങളുടെ ഇമാമാണ്, നിങ്ങൾ റുക്കൂയിലും സുജൂദിലുമൊന്നും എന്നെ മുൻകടക്കരുത്. ഫഇന്നി അറാകും മിൻ അമാമി വമിൻ ഖൽഫി. എനിക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും നിങ്ങളെ എനിക്ക് കാണാം. അബൂ നുഐം, ഹാക്കിം എന്നിവരൊക്കെയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇത്തരം ഹദീസുകൾ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? മാത്രമല്ല, ഇന്നീല അൻദുറു ഇലാ വറാഇ കമാ അൻദുറു ഇലാ മാ ബൈന യദയ്യ. മുന്നിലേക്ക് കാണുന്നത് പോലെ പിന്നിലേക്കും ഞാൻ കാണും, ഞാൻ നോക്കും എന്നൊക്കെ അർത്ഥം കുറിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പ്രവാചകന് അള്ളാഹു ആദരിച്ച ആദരവിൻ്റെ അർത്ഥതരങ്ങളെ എണ്ണി പറയുന്ന ഒരു ഹദീസ്. അൻ അബീ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇന്നി അറാ മാ ലാ തറൗന വഅസ്മഉ മാ ലാ തസ്മഊൻ. ഇന്നി അറാ മാ ലാ തറൗന. നിങ്ങൾ കാണാത്ത ഒന്നിനെ ഞാൻ കാണുന്നു, നിങ്ങൾ കാണാത്ത ഒന്നിനെ ഞാൻ കാണും. വഅസ്മഉ മാ ലാ തസ്മഊൻ. നിങ്ങൾ കേൾക്കാത്ത ഒന്നിനെ ഞാൻ കേൾക്കുകയും ചെയ്യും. അത്തത്തിസ് സമാഉ വഹഖ ലഹാ അൻ തഇത്ത. ആകാശം ഇരമ്പി. ആകാശത്തിന് അങ്ങനെ ഇരമ്പാനുള്ള അർഹതയുണ്ട്. കാരണം എന്താണെന്നറിയുമോ? വല്ലദീ നഫ്സി ബിയദിഹി മാ ഫീഹാ മൗളിഉ അർബഅതി അസാബിഅ ഇല്ലാ വമലകുൻ വാളിഉൻ ജബ്ഹതഹു സാജിദുൻ ലില്ലാഹ്. വല്ലദീ നഫ്സി ബിയദിഹി. എൻ്റെ ശരീരം ഏതൊരുത്തൻ്റെ കൈവശമാണോ അവനെ തന്നെ സത്യം, അള്ളാഹുവിനെ തന്നെ സത്യം. മാ ഫീഹാ, ആകാശത്തിലില്ല. മൗളിഉ അർബഅതി അസാബിഅ, ഒരു 4 വിരലിൻ്റെ സ്ഥാനം ആകാശലോകത്തുള്ള ഒന്ന്, ആകാശലോകത്തുള്ള ഒരു 4 വിരലുകൾ ഉള്ള ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലം ഇല്ല. ഇല്ലാവ മലക്കുൻ, ഒരു മലക്ക് ഉണ്ടായിട്ടല്ലാതെ. വാളിഉൻ ജബ്ഹതഹു സാജിദുൻ ലില്ലാഹ്, ആ മലക്ക് തൻ്റെ നെറ്റിത്തണം വെച്ച് അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നതായിട്ടല്ലാതെ. അപ്പോൾ ആകാശലോകത്ത് ആകാശം ഇരമ്പുന്നു, ആകാശത്തിന് ഇരമ്പാൻ അർഹതയുണ്ട്. അള്ളാഹുവിനെ തന്നെ സത്യം. ഒരു കാര്യം ഞാൻ പറയട്ടെയോ, 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലം ആകാശലോകത്തുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതായിട്ടുണ്ടാവും. അത്രമേൽ അള്ളാഹുവിൻ്റെ മലായിക്കാലോകം അള്ളാഹുവിന് വഴിപ്പെട്ട് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അങ്ങോട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ പറയാണ്. വല്ലാഹി ലൗ തഅലമൂന മാ അലമു ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. അള്ളാഹിനെ തന്നെ സത്യം. ലൗ തഅലമൂന മാ അലമു, ഞാൻ അറിയുന്നത് എങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ, ലളഹിഖ്തും ഖലീലാ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. വലബകൈതും കസീറാ, നിങ്ങൾ അധികരിച്ചും കരയും. മാത്രമല്ല, വമാ തലദ്ദതും ബിന്നിസാഇ അൽ ഫുർഷാത്ത്, ഭാര്യമാരോടൊപ്പം നിങ്ങളുടെ അറകളിൽ നിങ്ങൾ സല്ലപിക്കുകയില്ല, ഭാര്യമാരോടൊത്ത് സുഖിക്കുകയില്ല. മാത്രമല്ല, വല ഖറജതും മിന സുഉദാതി തജറൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അഭയം തേടി
നിങ്ങൾ ഉയരങ്ങളിലേക്ക് പുറപ്പെടും, വനലോകത്തേക്കോ അതുപോലെ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ ആളുകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിങ്ങൾ പോകും എന്നൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ ചിരിക്കുകയേയില്ല, നിങ്ങൾ അധികം ചിരിക്കുകയില്ല, അധികം കരയും, കുറച്ചേ ചിരിക്കുള്ളൂ. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിന് ഒട്ടനവധി സംഗതികൾ, സാങ്കത്യങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാമനീഷി, അവിടത്തെക്കുറിച്ച് ഒരു സാധാരണ വ്യക്തിത്വം എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതിലപ്പുറം ഒട്ടനവധി അത്ഭുതങ്ങളുടെ കലവറയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മാത്രമല്ല, നബിക്ക് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചത്തിൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രകാശം ഇല്ല, നിഴൽ ഇല്ല. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. ലം യകുൻ ലഹു ളില്ലുൻ ഫിശ്ശംസി വലാ ഖമർ. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ നിഴലിൽ വെളിച്ചത്തിൽ നിഴലില്ല. ഇനി ഇബ്നു സഅദ് എന്ന് പറയുന്ന ആള്, ആ റാവി പറയുന്നു ഈ ഹദീസിൽ, മിൻ ഖസായിസിഹി അന്നൽ ലില്ല കാന ലാ യഖഉ അലൽ അർളി വഅന്നഹു കാന നൂറൻ ഇദാ മശഅ ഫിശ്ശംസി അവൽ ഖമരി ലാ യുൻദറു ലഹു ളില്ലുൻ. എന്താണ് പറഞ്ഞത്? അന്നൽ ലില്ല, നിശ്ചയം നിഴല്, കാന ലാ യഖഉ അലൽ അർളി, ഭൂമിയുടെ മേലിൽ സംഭവിക്കുകയില്ല. കാരണം എന്താ? വഅന്നഹു കാന നൂറൻ, നിശ്ചയം പ്രവാചകൻ നൂറാണ്. ഇന്നലെ നമ്മളെ വിഷയം നൂറായിരുന്നു, നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടത്തെക്കുറിച്ച് നൂറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഹദീസുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാനുള്ളതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകാശമായിരുന്നു. ഇദാ മശാ ഫിശ്ശംസി, സൂര്യ വെളിച്ചത്തിൽ പ്രവാചകൻ സഞ്ചരിച്ചാൽ, നടന്നാൽ, അവിൽ ഖമരി, ചന്ദ്രൻ്റെ വെളിച്ചത്തിലും പ്രവാചകൻ നടന്നാൽ, ലാ യുൻദറു ലഹു ളില്ലുൻ, നിഴൽ കാണുകയേ ഇല്ല, നിഴൽ കാണുകയേ ഇല്ല. നേരത്തെ അവിടെ പറഞ്ഞു ലം യകുൻ ലഹു ളില്ലുൻ, ലം യകുൻ ലഹു ളില്ലുൻ, ളില്ല് ഉണ്ടായിട്ടേ ഇല്ല, ളില്ല് ഉണ്ടായിട്ടേ ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിന് നിഴലില്ല, നിഴലില്ലാത്ത പ്രവാചകൻ. മാത്രമല്ല മറ്റൊരു ഹദീസ്, തനാമു ഐനി വലാ യനാമു വലാ യനാമു ഖൽബി. തനാമു ഐനി, എൻ്റെ കണ്ണ് ഉറങ്ങും, വലാ യനാമു ഖൽബി, ഖൽബ് ഉറങ്ങൂല. ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് ഉറങ്ങിയാലും ഖൽബ് ഉറങ്ങൂല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിഷേധിക്കാൻ കഴിയുമോ? മാത്രമല്ല, നമുക്കൊക്കെ ഉണ്ടാവുന്നൊരു സംഗതിയാണല്ലോ സ്വപ്നസ്ഖലനം എന്നത്. സ്വപ്നസ്ഖലനം നമുക്കൊക്കെ മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്നതാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല. മഹ്തലമ നബിയുൻ ഖത്ത് വ ഇന്നമൽ ഇഹ്തിലാമു മിനശ് ശൈത്താൻ. സ്വപ്നസ്ഖലനം നബിക്ക് ഉണ്ടായിട്ടില്ല. വ ഇന്നമൽ ഇഹ്തിലാമു മിനശ് ശൈത്താൻ, സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത് അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ ഹദീസുകൾ ഓരോന്ന് വായിച്ച് പറഞ്ഞാൽ എന്തോ ഒരു മധുരമാണ്. ഒരു ഹദീസ് കൂടി പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി ഭൂമി ലോകത്ത് ജീവിച്ച് മരിച്ചു പോയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നബി ഹുറൈറ റളിയല്ലാഹു തആല മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലാ റൂഹി ഹത്താ റുദ്ദ അലൈഹിസ്സലാം. മരണപ്പെട്ടു പോയതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ റൗളയിൽ പച്ചക്കുബയുടെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ലോകത്തിൻ്റെ അഷ്ടദിക്കിൽ നിന്നുള്ള മനുഷ്യമക്കൾ, വിശ്വാസികൾ അവിടത്തേക്ക് സ്വലാത്ത് സ്വലാം പറഞ്ഞാൽ അതവിടെ എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട്. അങ്ങനെ സലാം പറഞ്ഞാൽ, എനിക്കൊരാൾ സലാം പറഞ്ഞാൽ റസൂൽ പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, ഒരാളും എനിക്ക് സലാം പറയുന്നില്ല, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ റുദ്ദ അലൈഹിസ്സലാം, എൻ്റെ ആത്മാവിനെ എന്നിലേക്ക് മടക്കും. എന്തിന്? ആ സലാം മടക്കാൻ വേണ്ടി. ആ സലാം മടക്കുന്നത് വരെ എൻ്റെ റൂഹിനെ എന്നിലേക്ക് മടക്കും.
ഏത് നിമിഷമാണ് ഭൂമിയിൽ പ്രവാചകന് സലാത്തു സലാം ഇല്ലാത്തത്? സലാം ഇങ്ങനെ വർഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഇടുങ്ങിയപ്പോൾ, ഞെരുങ്ങിയപ്പോൾ മദീന മുനവ്വറയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ ബാബുസ്സലാമിലൂടെ പോയുള്ള സലാം കുറച്ചു കാലം നിശ്ചലമായിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും ലോകത്തിൻ്റെ അഷ്ടദിക്കിൽ നിന്നുള്ള വിശ്വാസികൾ പ്രവാചകന് സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സലാം പറയുമ്പോൾ, ആ സലാം ഇവിടെ എത്തുമ്പോൾ പ്രവാചകൻ്റെ റൂഹ് അള്ളാഹു തിരിച്ചു നൽകുകയും സലാം മടക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുമെന്ന്. ഇവിടെ ഏത് നിമിഷമാണ് പ്രവാചകന് സലാം ഇല്ലാത്തത്? അപ്പോൾ തഥാസമയവും പ്രവാചകൻ ഇവിടെ ഹയാത്തോടെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ഹദീസ് നമ്മൾ പഠിക്കുന്നത്. റസൂൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വക്കല ബിഖബരി മലക്കൻ, എൻ്റെ ഖബറിൻ്റെ അടുക്കലൊരു മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അഅതാഹുല്ലാഹു അസ്മാഅൽ ഖലായിഖി, മുഴുവൻ സൃഷ്ടികളുടെയും നാമങ്ങൾ ആ മലക്കിൻ്റെ കൈവശം നൽകിയിട്ടുണ്ട്. മുഴുവൻ സൃഷ്ടികളുടെയും നാമങ്ങൾ ആ മലക്കിൻ്റെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട്. ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ ബലഗനി ബിസ്മിഹി വസ്മി അബീഹി ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ല അലൈക്. ഖിയാമത്ത് നാൾ വരെയും ഒരാളും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, സലാം ചൊല്ലിയാൽ, ഇല്ലാ ബലഗനി, അത് എനിക്ക് എത്തിച്ചു തന്നിട്ടല്ലാതെ. എങ്ങനെ? ബിസ്മിഹി വസ്മി അബീഹി, തൻ്റെ പേരും തൻ്റെ ബാപ്പാൻ്റെ പേരും കൂട്ടിയിട്ട് മുഹമ്മദ് അലി ബിനു കമ്മു എന്ന് പറയുന്ന ആൾ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ മൂർദാവിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്ന് പറയുമെന്ന്. ഹാദാ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ല അലൈക്, ഈ ഇന്നാലിന്ന മനുഷ്യൻ, ഇന്നാലിന്ന ആളുടെ ഇന്നാലിന്ന മോന് നിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയും. ഒരു സാധാരണ വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഇത്? പ്രവാചകൻ മരണശേഷവും വ്യക്തമായ ഇവിടെ ജീവിതം, പരിശുദ്ധാത്മാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സാഹിദീങ്ങൾ, ശുഹദാക്കൾ, അവരൊക്കെയും മരണശേഷവും അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരത്തിൽ ദാർശനികമായ ഒരുപാട് സവിശേഷതകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ എല്ലാം ഒരു ഭൗതിക കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. ഭൗതിക കണ്ണുകൊണ്ട് കാണുമ്പോൾ വലിയ പ്രശ്നമാണ്, ഭൗതികമായ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് പ്രശ്നം. ഇതിനൊക്കെയും ഒരു ആത്മീയ വശമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഭൗതികനായി, അതുപോലെ ഒരു മോഡേൺ ഇസ്ലാമിനെയും മോഡേൺ മുഹമ്മദിനെയും ഒരു മോഡേൺ ഇസ്ലാമിസത്തിനെയും പരിചയപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടയിലാണ് ആത്മീയത പലയിടത്തും ചോർന്നു പോയത്. ഇന്നത്തെ യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ കൈക്കുമ്പിളിലുള്ള ഓരോ സംഗതികളും അള്ളാഹുവിൻ്റെ അത്ഭുത സിദ്ധികൾ, അതുപോലെ മുഅ്ജിസാത്തുകൾ, കറാമാത്തുകൾ ഒക്കെയും കൂടുതൽ ഉൾക്കൊള്ളാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അകത്തേക്ക് കയറ്റാനും പറ്റിയ രീതിയിലുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ അതൊക്കെ അടച്ചാക്ഷേപിച്ച് നിഷേധിച്ച് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള എന്തോ ഒരു പകവീട്ടലിന് ശ്രമിക്കുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില വാദഗതികളൊക്കെ നമ്മൾ കേൾക്കാം. എനിക്കെൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന സ്നേഹനിധികളായ കൂട്ടുകാരോട് പറയാനുള്ളത്, അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. ഹദീസിൻ്റെ ഓരങ്ങളിലൂടെ പഠിക്കുമ്പോൾ, ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ വിസ്മയം, അത് ഒരു അത്ഭുതം തന്നെയാണ്. നമുക്ക് നമ്മുടെ ചിന്തക്ക്, നമ്മുടെ ബുദ്ധിക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതിലപ്പുറം ഒട്ടനവധി അത്ഭുതങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ദാർശനിക സവിശേഷതകൾ കൂടി എണ്ണി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉപയോഗിച്ച വസ്തുക്കൾ, അവിടുന്ന് സ്പർശിച്ചത്, അവിടുന്ന് ദർശിച്ചത് ഒക്കെയും പല അത്ഭുതങ്ങൾക്കും ഭാഗധേയമായിട്ടുണ്ട്.
ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷവും സ്വഹാബത്ത്, താബിഉകൾ, അഇമ്മത്ത് മുജ്തഹിദുകൾ, നമ്മുടെ ഇക്കാലമത്രയും നമുക്കൊക്കെ നേതൃത്വം വഹിച്ച പണ്ഡിതന്മാർ, ലോകതലങ്ങളിലുള്ള ആലിമീങ്ങൾ, ലോകതലങ്ങളിലുള്ള വിശ്വ പണ്ഡിതന്മാർ ഒക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കിൽ, മഹബത്തിൽ, അവിടുത്തോടുള്ള അധമ്മമായ പ്രേമത്തിൽ കഴിയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിലും മറുനാട്ടിലുമൊക്കെ ഇടപെടാൻ അവസരമുണ്ടായ ഒരാൾ എന്നുള്ള നിലക്ക് ഒട്ടനവധി അനുഭവ കഥകൾ തന്നെ എണ്ണി പറയാൻ സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുക, അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം. അള്ളാഹു നമ്മുടെ നിയ്യത്ത് നന്നാക്കി തരട്ടെ. മദീനയിലേക്കൊന്ന് ഓർത്തുകൊണ്ട് മദീന മുനവ്വറയെ മനസ്സിൽ ഹാജരാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് അവിടുത്തെക്കുറിച്ച് കുറച്ചു നേരം ഇങ്ങനെ പറയുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവിടുത്തോടുള്ള ഇഷ്കിലും മഹബത്തിലും ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ ഇതൊരു അവസരമാവട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അസ്മാ ബി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു. ഖാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ജുബ്ബ, ഒരു ഷർട്ട്, ഒരു കുപ്പായം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പ്രവാചകൻ്റെ ജുബ്ബയാണ്, കുപ്പായമാണ്. കാനത്ത് ഇൻദ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഹത്താ ഖുബിലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലായിരുന്നു ആയിഷ ബീവി മരണപ്പെടുന്നത് വരെ. ഫലമ്മ ഖുബിലത്ത് ഖബൽതുഹാ, ആയിഷ ബീവി ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ ഞാനതെങ്ങോട്ട് കൈപ്പറ്റി. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, വകാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യൽബസുഹാ, അതിനെ ധരിക്കുമായിരുന്നു. നബി ഈ ജുബ്ബ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഫനഹനു നഗ്സിലുഹാ ലിൽമർളാ യസ്തശ്ഫീ ബിഹാ, റസൂലിൻ്റെ കാലശേഷം ഞങ്ങൾ ഈ കുപ്പായം എന്തു ചെയ്തു? ഫനഹനു നഗ്സിലുഹാ, ഞങ്ങളതിനെ കഴുകുമായിരുന്നു, അത് വെള്ളത്തിലിട്ട് കഴുകുമായിരുന്നു. ലിൽമർളാ, രോഗികൾക്ക് വേണ്ടി, യസ്തശ്ഫീ ബിഹാ, ആ വെള്ളം കൊണ്ട് അവർക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച കുപ്പായം, അത് കഴുകിയ വെള്ളം രോഗികൾക്ക് രോഗശമനത്തിന് വേണ്ടി തൻ്റെ പത്നിമാർ ഉപയോഗിച്ചിരുന്നു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു സാധാരണ മനുഷ്യനോ? ഇനിയും അങ്ങോട്ട് ചർച്ച ചെയ്താൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ദഖല അലൈന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഫഖാല, ഇൻദന, ഞങ്ങളുടെ അടുക്കൽ. ഫഖറക വജഅതു ഉമ്മി ബിഖാറൂറ, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ അടുക്കൽ വന്നു. അങ്ങനെ ഫഅറക, റസൂൽ വിയർത്തു. വജഅതു ഉമ്മി ബിഖാറൂറ, എൻ്റെ ഉമ്മ ഒരു കുപ്പി കൊണ്ട്, ഒരു ബോട്ടിൽ കൊണ്ട് കടന്നു വന്നു. ഫജഅലത്ത് തസല്ലത്തിൽ അറഖ ഫിഹാ, ഫജഅലത്ത് തസല്ലത്തിൽ അറഖ, ആ വിയർപ്പിങ്ങനെ ഒഴുകുന്നതായപ്പോൾ അതിൽ നിന്നിങ്ങോട്ട് എടുത്തു. ഫിഹ, അതിൽ നിന്ന്. ഫജഅലത്ത് തസല്ലത്തിൽ അറഖ ഫിഹ, ആ വിയർപ്പിങ്ങനെ റസൂലിൻ്റെ ബോഡിയിൽ നിന്നിങ്ങനെ എടുത്തു. ഫസ്തൈഖദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് ഉണർന്നു. ഫഖാല യാ ഉമ്മി സുലൈം, ഉമ്മു സുലൈമേ, എന്താണ് ഈ ചെയ്യുന്നത്? മാ ഹാദല്ലദീ തസ്നഈന, എന്താണ് നീ ചെയ്യുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഖാലത്ത്, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം പറഞ്ഞു, ഹാദാ അറഖുക നജ്അലുഹു ഫീ ത്വീബിനാ വഹുവ മിൻ അത്യബിത് ത്വീബ്, ഇത് അങ്ങയുടെ വിയർപ്പാണ്, ഇതിനെ ഞങ്ങളുടെ സുഗന്ധത്തിലേക്ക് ചേർക്കും. എന്നാലോ വഹുവ മിൻ അത്യബിത് ത്വീബ്, അത് സുഗന്ധത്തിൽ ഏറ്റവും നല്ല സുഗന്ധമാകും. മാത്രമല്ല നർജു ബർക്കതഹു ലിസ്ബിയാനിന, ഞങ്ങളെ കുട്ടികൾക്ക് അവിടുത്തെ ബർക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഈ സുഗന്ധത്തിലൂടെ, ഈ സുഗന്ധദ്രവ്യത്തിലൂടെ, അങ്ങയുടെ വിയർപ്പ് കലർന്ന ഈ സുഗന്ധത്തിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്തുണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫഖാല അസബ്തി. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നീ എത്തിച്ചു, നീ പറഞ്ഞത് വാസ്തവമാണ്, നീ പറഞ്ഞത് വാസ്തവമാണ്, നീ ചെയ്തത് ശരിയാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സമ്മതിച്ചു. റസൂലുള്ളാഹി സമ്മതിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മോട് പറയുമ്പോൾ നമ്മൾ എന്തിനാ ശങ്കപ്പെടണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് സുഗന്ധമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സാധാരണ മനുഷ്യനോ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, അവിടുത്തെ കേശം, അത് വന്ന പരമ്പര റസൂലിൽ നിന്നും കൈമാറി നമ്മുടെ കയ്യിലെത്തുന്ന ഒരു ഷഅർ മുബാറക് ഉണ്ടെങ്കിൽ, ഒരു അസറുണ്ടെങ്കിൽ, ഒരു കേശമുണ്ടെങ്കിൽ തീർച്ചയായും അത് ബറക്കത്തെടുക്കാൻ പറ്റുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ലമ്മാ റമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൻ്റെ വേളയിൽ ജംറകളെ എറിഞ്ഞു. വനഹറ നുസുകഹു, തൻ്റെ ബലിമൃഗത്തെയൊക്കെ അറുത്തു. ഹജ്ജിൽ നിന്ന് തഹല്ലുലാവുന്ന രംഗമാണ്, ശ്രദ്ധിക്കണം. വഹലഖനാ വലൽ ഹാലിക, അങ്ങനെ മുടി കളയാൻ വേണ്ടി ബാർബറുടെ സന്നിധിയിലേക്ക് ചെന്നു. എന്നിട്ടോ ഷിക്കഹുൽ ഐമന വഹലഖനാ വലൽ ഹാലിക ഷിക്കഹുൽ ഐമന ഫഹലഖഹു, എന്നിട്ട് വലതുഭാഗം തലമുണ്ടനം ചെയ്യാൻ വേണ്ടി തുടങ്ങി, തലമുണ്ടനം ചെയ്തു. സുമ്മ ദഅ അബാ തൽഹത്തൽ അൻസാരി, അബൂ തൽഹൽ അൻസാരിയെ വിളിച്ചു. ഫഅതാഹു ഇയ്യാഹു, അത് അദ്ദേഹത്തിന് കൊടുത്തു. സുമ്മ നാവലഹു ഷിക്കൽ ഐസറ, പിന്നെ ഇടതുഭാഗം മുണ്ടനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി മുണ്ടനം ചെയ്തു. അങ്ങനെ ഇടതുഭാഗം തിരിഞ്ഞു നിന്നു. ഫഖാല ഇഹ്ലിക ഫഹലഖഹു ഫഅതാഹു അബൂ തൽഹ, ഇടതുഭാഗവും തലമുണ്ടനം ചെയ്തു. അത് ഇടതുഭാഗത്ത് ബഹുമാനപ്പെട്ട അബൂ തൽഹയെ വിളിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്കിടയിൽ നീ വിതരണം ചെയ്യൂ. അബൂ തൽഹ ഹജ്ജ് വേളയിൽ ജംറയെ എറിയുകയും അറവ് നടത്തുകയും ഒക്കെ ചെയ്ത് ശേഷം നബി മുടി വടിച്ച് കളഞ്ഞു. ആദ്യം വലതുഭാഗവും പിന്നെ ഇടതുഭാഗവും. അബൂ തൽഹയെ വിളിച്ചത് കയ്യിൽ കൊടുത്തു, ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ആജ്ഞാപിച്ചു. അപ്പോൾ റസൂല് തന്നെ തൻ്റെ കേശം, തൻ്റെ മുടി അത് ബറക്കത്തുള്ളതാണ്, തൻ്റെ കാലശേഷം അല്ലെങ്കിൽ തൻ്റെ ജീവിതകാലത്ത് തന്നെ മറ്റുള്ളവർക്ക് അത് ഉപകരിക്കും, ബറക്കത്തെടുക്കാൻ കഴിയണം എന്ന പ്രത്യാശയോടുകൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കൊടുത്തു. ഇനിയും അങ്ങോട്ട് പോയാൽ വിശദീകരിച്ച് പറയേണ്ടി വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൻ്റെ ഓരോ ഘടനയും, ശരീഅത്തിലുള്ള ഓരോ സംഗതികളും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂവിൻ്റെ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്തെ കിറാം തിക്കും തിരക്കും കൂടിയിരുന്നു എന്ന് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വൈദാ തവല്ലഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാദൂ യഖ്തതിലൂന അലാ വളൂഇഹി, റസൂലിൻ്റെ വുളൂവിൻ്റെ ശേഷിച്ച വെള്ളത്തിന് വേണ്ടി സ്വഹാബത്തെ കിറാം തിക്കും തിരക്കും കൂടിയിരുന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ്വതും മുബാറക്കാണ്, അത്ഭുതമാണ്, ഒരുപാട് അമാനുഷികതയുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യനെന്ന് പറയുന്നത് മൗഢ്യമാണ് എന്ന് പറയാനാണ് ഈ സാധുവായ ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട കഥയുണ്ടല്ലോ. വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പല ഘട്ടങ്ങളിലും, ഹുദൈബിയ സന്ധിയുടെ ഘട്ടം, ഖന്തഖ് യുദ്ധത്തിൻ്റെ രംഗത്ത് ഒക്കെയും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട പവിത്രമായ വെള്ളം ഏതാണെന്ന് ചോദിച്ചാൽ തത്വജ്ഞാനികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമ ഫൽ കൗസറു വനീല മിസ്റ സുമ്മ ബാഖിൽ അൻഹുറു. വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. വഅഫ്ളലുൽ മിയാഹി, വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്,
ഖദ് നബഅ മിൻ ബൈനി അസ്വാബിൻ നബിയിൽ മുത്തബഅ, നബിയുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്നും പുറപ്പെട്ട വെള്ളമാണ്. നബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് മിൻ ബൈനി അസ്വാബിൻ നബി, രണ്ട് വിരൽ എന്നല്ല, വിരലുകൾക്കിടയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം. യലീഹി മാഉ സംസമ, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സംസം വെള്ളമാണ്. റസൂലിൻ്റെ കൈകൾക്കിടയിൽ നിന്നും പുറപ്പെട്ട വെള്ളമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ പവിത്രമായ വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വെള്ളം വിരലുകൾക്കിടയിലൂടെ പുറപ്പെട്ട വെള്ളമാണ്. ഒന്നാമത്തെ വെള്ളം വിരലുകൾക്കിടയിലൂടെ പുറപ്പെട്ട വെള്ളമാണ്. രണ്ടാമത്തെ വെള്ളം സംസം വെള്ളമാണ്. സംസം വെള്ളത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടതാ, മനസ്സിലാക്കിയതാ. വയലീഹി മാഉ സംസമ ഫൽ കൗസറു, പിന്നെ ഹൗദുൽ കൗസർ വെള്ളം മൂന്നാം സ്ഥാനത്താ. അതിവിടെ കിട്ടൂലല്ലോ. റസൂലിൻ്റെ കൈകൾക്കിടയിലെ വെള്ളം ഇനി കിട്ടൂല. സംസം വെള്ളം മാത്രമേ ഇപ്പോൾ ഇവിടെ കിട്ടുള്ളൂ. ഹൗദുൽ കൗസർ അവിടെ ചെന്നാൽ, ബർസഖിയായ ലോകത്ത് ചെന്നാൽ അവിടെ ചെന്നാൽ കിട്ടുന്നതാ. അപ്പോൾ മഹ്ശറയിലൊക്കെ അള്ളാഹുവിൻ്റെ സന്ധിയിൽ റസൂലിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളമാണ്. അള്ളാഹു ഇൻഷാ അള്ളാഹ് പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്, പൊരുത്തം കൊണ്ട്, തൃപ്തി കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. പ്രവാചകൻ നമ്മെ അംഗീകരിക്കട്ടെ. പ്രവാചകനെ സ്നേഹിച്ച് കഴിയാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. പ്രവാചകൻ്റെ ഹൗദിൽ നിന്ന് പരിസരത്ത് പോയി സന്തോഷത്തോടെ വെള്ളമായി കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിൻ നബിയിൽ മുത്തബഅ വയലീഹി മാഉ സംസമ ഫൽ കൗസറു, പിന്നെ ഹൗദുൽ കൗസറാണ്. വനീല മിസ്റ തുമ്മ ബാഖിൽ അൻഹുറു, നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നൈൽ നദിയിലെ വെള്ളമാണ്. ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളമാണ്. ഒരുപാട് കഥ പറയാനുണ്ട് നൈലിൻ്റെ കഥ. സുമ്മ ബാഖിൽ അൻഹുറു, പിന്നെ ശേഷിച്ച നദികളാണ്. നമ്മളെ തോട്, കുളം, കിണർ ഒക്കെയും അതിൽപ്പെടും. അപ്പോൾ വെള്ളം 5 തരമാണ്. അതിലൊന്നാമത്തേത് നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു സാധാരണ മനുഷ്യനോ, ഒരു പരിഷ്കർത്താവ്, ഒരു നവോത്ഥാന നായകൻ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ ഇങ്ങോട്ട് ചുരുക്കി ബൗദ്ധിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്നവരോട് ആത്മാർത്ഥമായി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നിഷ്പക്ഷമായി ഇതെല്ലാം ഒരു ആത്മീയമായ ചുവയോടുകൂടി ഖുർആനിനെ, ഹദീസിനെ, പ്രവാചകൻ്റെ തത്വജ്ഞാനങ്ങളെ, പ്രവാചകൻ്റെ ജീവിതചര്യകളെ, ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളെ ഒക്കെ ഒന്ന് ഇങ്ങോട്ടൊരു ആത്മീയമായ കണ്ണുകൊണ്ടൊന്ന് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു നോക്കൂ. പ്രവാചകൻ അത്ഭുതമാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിപ്രഭാവത്തെ ഇനിയും എണ്ണി പറയാനും വിശദീകരിക്കാനുമുണ്ട്. ഞാൻ ഏകദേശം 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. മാത്രമല്ല ഇന്ത്യൻ സമയം ഇവിടെ ബാങ്ക് വിളിക്കാൻ ഇനി മഗ്‌രിബ് സമയത്തിന് വളരെ കുറച്ചേ ഉള്ളൂ. ആ അർത്ഥത്തിൽ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു കാവ്യശകലത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അസാധാരണത്വത്തെ വരച്ചു കാട്ടുന്ന ഒരു പദ്യശകലം ചൊല്ലി നമ്മുടെ ഈ ചർച്ചാ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാനുള്ള വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, പ്രവാചക സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ ഒരു 10 സവിശേഷതകൾ എണ്ണിപ്പറഞ്ഞ് നമുക്ക് നിർത്താം. ഹുസ്സാന നബിയൂന ബി അശ്റാത്തിൻ ഖിസാൽ ലം യഹ്തലിം ഖത്തു വമാ ലഹു ളിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഒരിക്കലും പ്രവാചകന് സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല വമാ ലഹു ളിലാൽ, പ്രവാചകന് നിഴലേയില്ല. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചത്തിൽ പ്രവാചകന് നിഴലേയില്ല. വല്ലർളു മാ യഖ്റുജു മിൻഹു തബ്തലിഅ കദാലിക ദുബാബു അൻഹു മുംതനിഅ. വൽ അർളു മാ യഖ്റുജു മിൻഹു തബ്തലിഅ, ഭൂമി പ്രവാചകനിൽ നിന്നും പുറപ്പെടുന്ന വിസർജ്യ വസ്തുക്കളെന്തോ അതപ്പടി അങ്ങോട്ട് വിഴുങ്ങും, ഭൂമി അങ്ങോട്ട് വിഴുങ്ങും.
മൂന്നാമത്തേത്, നാലാമത്തേത് കദാലിക ദുബാബു അൻഹു മുംതനി'. പ്രവാചകൻ്റെ ശരീരത്തിൽ ഈച്ച സ്പർശിക്കുകയില്ല. ഈച്ചകൾ, പ്രാണികളൊന്നും പ്രവാചകൻ്റെ ശരീരത്തിൽ സ്പർശിക്കില്ല. കദാലിക ദുബാബു അൻഹു മുംതനി'. ഈച്ച പ്രവാചകൻ്റെ ശരീരത്തിൽ സ്പർശിക്കില്ല. നാലാമത്തേത്. അഞ്ചാമത്തേത് തനാമു ഐനാഹു വഖൽബുൻ ലാ യനാം. പ്രവാചകൻ്റെ കണ്ണ് ഉറങ്ങിയാലും കൽബുറങ്ങില്ല. അഞ്ചാമത്തേത്. ഇത് നമ്മൾ വളരെ വ്യക്തമായി നേരത്തെ ഹദീസുകളിലൂടെ ഒക്കെ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. മിൻ ഖൽഫിഹി യറാ കമാ യറാ അമാം. മുന്നിലേക്ക് കാണുന്നത് പോലെ പിന്നിലേക്കും പ്രവാചകനെ കാണും. ലം യതസാഅബ് ഖത്തു വഹിയ സാബിഅ. ഏഴാമത്തേത്, പ്രവാചകൻ ഒരിക്കലും കോട്ടുവായ ഇട്ടിട്ടില്ല. കോട്ടുവായ അത്തസാഉ മിന ശൈത്താൻ അൽ അത്ഷു മിനല്ലാഹ് എന്നൊക്കെ ഹദീസുണ്ടല്ലോ. കോട്ടുവായ ഇടുക എന്നുള്ളത്, കോട്ടുവായ ഇടുക എന്നുള്ളത് പ്രവാചകൻ്റെ, അത് ശൈത്താൻ എന്നുള്ളതാണ്. കോട്ടുവായ ഇടുക എന്നുള്ളത് ശൈത്താൻ എന്നുള്ളതാണ്. അത് പ്രവാചകൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതാണ് ഏഴാമത്തേത്. വുലീദ മഖ്തൂനിൻ ഇലൈഹാ താബിഅ. എട്ടാമത്തേത്, പ്രവാചകന് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടത്. പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനാണ്. താരീഫുഹു ദവ്വാബു ഹീന യർകബു തഅതി ഇലൈഹി സുർഅതൻ ലാ തഹ്റുബു. താരീഫുഹു ദവ്വാബു, തൻ്റെ വാഹനം കയറാൻ വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ കയറാനിരിക്കുന്ന വാഹനം, ആ വാഹനം താൻ വാഹനം കയറാൻ സന്ദർഭേക്ക് അതിങ്ങോട്ട് ഇങ്ങോട്ട് വരും. അതിനറിഞ്ഞിങ്ങോട്ട് വരും. എപ്പോൾ എവിടെ നിന്ന് എങ്ങനെ പ്രവാചകനൊരു വാഹനം കയറാൻ ശ്രമിച്ചാലും ആ വാഹനമൃഗം അത് പ്രവാചകൻ്റെ അടുത്തേക്ക് അറിഞ്ഞിങ്ങോട്ട് വരും. തഅ്തീലൈഹി സുർഅതൻ ലാ തഹ്റുബു. അതിനെ ശകാരിക്കുകയോ അതിനെ തഅ്തീലൈഹി സുർഅതൻ ലാ, അതിനെ തൊളിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ തന്നെ അതിങ്ങോട്ട് വരും. അതാണ് എട്ടാമത്തേത്. പിന്നെ യലൂ ജുലൂസുഹു ജുലൂസൽ ജുലസാ സ്വല്ല അലൈഹില്ലാഹു സുബ്ഹ വ മസാ. ഒരു പറ്റം ആളുകൾക്കിടയിൽ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ അവർക്കിടയിൽ മികച്ച് തല ഉയർത്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രവാചകൻ്റെ ഒരു പറ്റം ആളുകൾക്കിടയിൽ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പ്രവാചകനെ അതിന് എടുത്തിങ്ങോട്ട് കാണിക്കും. ഇനി മറ്റൊരിടത്ത് പ്രവാചകൻ്റെ ശരീരഘടന പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് പ്രവാചകൻ നടക്കുകയാണെങ്കിൽ അത്ര നീളം കൂടിയ ഒരാളായിട്ട് തോന്നൂല, വളരെ ചുരുങ്ങിയ ഒരാളായിട്ടും തോന്നൂല, ഒരു മധ്യനിരക്കായിരിക്കും. പക്ഷേ ഒരു കൂട്ടത്തിൽ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരിലൊക്കെ ഏറ്റവും യലൂ ജുലൂസുഹു ജുലൂസൽ ജുലസാ, ആ ഇരുത്തക്കാരിൽ ഏറ്റവും ഉയർന്ന തലയെടുപ്പോടുകൂടി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ 10 സവിശേഷതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, തിരുനബിക്ക് ഒരിക്കലും സ്വപ്നസ്കരണം ഉണ്ടായിട്ടില്ല. നബിക്ക് നിഴലുണ്ടായിരുന്നില്ല. തൻ്റെ വിസർജ്യ വസ്തുക്കൾ ഭൂമി ഉടനെ വിഴുങ്ങുമായിരുന്നു. പ്രാണികൾ നബിയെ ശല്യപ്പെടുത്താതെ ഒഴിഞ്ഞു മാറിയിരുന്നു. അതുപോലെ തൻ്റെ കണ്ണുറങ്ങുന്നു, കൽബുറങ്ങുന്നില്ല. മുന്നിൽ നിന്നും കാണും പോലെ പിന്നിൽ നിന്നും കാണുന്നു. നബി ഒരിക്കലും കോട്ടുവായിട്ടിരുന്നില്ല. ജനിക്കുമ്പോൾ തന്നെ പരിച്ഛേദം അഥവാ ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് പ്രവാചകൻ ജനിച്ചത്. സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ നബിയെ അറിയുമായിരുന്നു. അവ തങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമായിരുന്നു. സദസ്സിലെല്ലാവരെക്കാളും ഉയരത്തിൽ നബി ദൃശ്യമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് സ്വലാം വർദ്ധിപ്പിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ, ഈ വർഷത്തെ റബീഉൽ അവ്വൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് സന്തോഷത്തോടെ യാത്രയാക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പറഞ്ഞ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ഗവേഷണാത്മകമായി, ചിന്താപരമായി, ബൗദ്ധികപരമായി നമ്മൾ ആലോചിച്ചുകൊണ്ട് ആരാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, തീർത്തും ഒരു സാധാരണ മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ഒട്ടനവധി അമാനുഷികതകളുടെ, അസാധാരണത്വത്തിൻ്റെ നിറകുടമാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവിടത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ. അവിടത്തോടുള്ള ഇഷ്കലും മഹബത്തിലും
അവിടുത്തെ ഇത്തിബായിലും അവിടുത്തെ സുന്നത്തുകളെ മുറുകെ പിടിച്ചും ജീവിക്കാൻ അള്ളാഹു നമുക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, കൂട്ടുകുടുംബങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികളായ ആളുകളുടെ രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിക്കട്ടെ. നാം അനുഭവിക്കുന്ന ഇന്നത്തെ COVID-19 കൊറോണ വൈറസ് പിടിമുറുക്കിയ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സർവ്വ ദുരവസ്ഥകളിൽ നിന്നും നമുക്ക് അള്ളാഹു മോചനം പ്രദാനം ചെയ്യട്ടെ. രാജ്യത്തെ, നാടിനെ, സമൂഹത്തെ, ജനതയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇജ്ജത്തോടെ, റാഹത്തോടെ, സലാമത്തോടെ ജീവിക്കാനുള്ള സർവ്വ സാഹചര്യവും തൗഫീഖും ജഗന്നാഥൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ബഹുമാനികളെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അഥവാ ഇതിൽ ഞാനൊരു പഠിതാവാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, എൻ്റെ ചിന്തയിൽ, എൻ്റെ വായനയിൽ തപ്പിത്തടഞ്ഞ ചില കാര്യങ്ങൾ റബീഉൽ അവ്വൽ സംബന്ധിച്ച് പ്രമാണിച്ച് സംസാരിക്കുന്നു, അത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് അപാകതകൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിൽ സ്വമേധയാ പേഴ്സണൽ വന്ന് സംസാരിക്കാം, ലൈവിൽ വന്ന് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരോടും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കേട്ടവർ, ഇനി കേൾക്കാനിരിക്കുന്നവർ എല്ലാവരോടും എല്ലാവിധ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.